തീപ്പാറും മത്സരം നടക്കുന്ന കൊച്ചി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ദീപ്തി മേരി വർഗീസ് നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷ? ഇത്തവണ UDFന് വലിയ പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDFന്റെ ദുർഭരണം, അഴിമതി ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചായിരിക്കും UDFന്റെ പ്രചരണം. അതിനോടൊപ്പം തന്നെ വികസന പദ്ധതികൾ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ലാത്ത 5 വർഷങ്ങളായിരുന്നു കൊച്ചി നഗരസഭയെ സംബന്ധിച്ച്. ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. 5 വർഷക്കാലം ഇവിടെ റോഡുകൾ അതുപോലെ തന്നെ വെള്ളക്കെട്ട് ഇതിനെയൊന്നും അഡ്രസ് ചെയ്യാത്ത ഒരു ഭരണസമിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ, കൊച്ചിയിലെ ജനങ്ങൾ UDFനെ തീർച്ചയായിട്ടും ഇത്തവണ വിജയിപ്പിക്കും. ഞങ്ങൾ വലിയ വിജയത്തോടെ തിരിച്ചുവരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മികച്ചൊരു മാർജിനിലായിരുന്നു നഷ്ടപ്പെട്ടത്. ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കുമെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണയും ഞങ്ങൾ 2-3 സീറ്റിന്റെ വ്യത്യാസത്തിനായിരുന്നു പ്രതിപക്ഷത്തിരുന്നത്. ഇപ്രാവശ്യം പക്ഷേ അതുണ്ടാവില്ല. വലിയ ഭൂരിപക്ഷത്തിൽ UDF തിരിച്ചുവരും. കൊടുക്കുന്ന വാക്ക് എങ്ങനെയാണ്? കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ഒരു ഗ്ലോബൽ ഐഡന്റിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. വേൾഡ് മാപ്പിൽ കൊച്ചി നഗരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തണം എന്നുള്ളതാണ് UDFന്റെ ആഗ്രഹം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുക. കൊച്ചി കോർപ്പറേഷനിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ തിരിച്ചുവരുമെന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസ് നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷെബിൻ ചെത്തിലിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ കൊച്ചി.